നമസ്കാരം. ഡെനം ടി എന്നിൻ്റെ ഹെൽത്ത് ടോക്ക് എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഹോമിയോപ്പതി എന്ന ചികിത്സാ സമ്പ്രദായത്തിൽ വളരെയധികം ഉന്നത തലങ്ങൾ ശ്രേഷ്ഠമാക്കിയ നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഡോക്ടർ ബി വിജയകുമാറാണ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത്. സ്വാഗതം സർ. നമസ്കാരം. ഡോക്ടർ, സാധാരണ ജനങ്ങൾ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഹോമിയോപ്പതി. എന്നിരുന്നാലും ഈ ഒരു രീതിയെപ്പറ്റി കൃത്യമായ ധാരണയില്ലാത്തവർക്കായിട്ട് ആധുനിക ചികിത്സാ സമ്പ്രദായവും ഹോമിയോപ്പതിയും തമ്മിലുള്ളൊരു വ്യത്യാസം ഒന്ന് വിവരിക്കാമോ? വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഹോമിയോപ്പതി ചികിത്സാശാസ്ത്രം കണ്ടുപിടിച്ചത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു അലോപ്പതി ഡോക്ടറാണ്, ഡോക്ടർ സാമുവൽ ഹനുമാൻ. പുള്ളി ഒരു അലോപ്പതി ഡോക്ടറായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന പല ചികിത്സാ രീതികളോടുമുള്ള ഒരു വിയോജിപ്പ് കാരണം അദ്ദേഹം ആ ചികിത്സ മതിയാക്കുകയും ജീവിക്കാൻ വേണ്ടി മറ്റ് ചില പ്രവൃത്തികൾ ചെയ്ത് പണം സമ്പാദിക്കുകയും ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഇതായിരുന്നു വിവർത്തനം. പുസ്തകങ്ങൾ ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ജർമ്മനിയിലേക്കും മറ്റും അങ്ങനെ അദ്ദേഹം ഒരുപാട് ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിദഗ്ധനായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഡോക്ടർ കല്ലൻസ് മെറ്റീരിയാമിനിക്ക എന്നൊരു ബുക്ക് വിവർത്തനം ചെയ്യുമ്പോൾ അതിൽ ഈ മലേറിയ എന്ന രോഗം സുഖപ്പെടുത്തുന്നത് സിങ്കോണ ബാർക്ക് എന്ന ഔഷധത്തിൻ്റെ കയ്പ് രസം കൊണ്ടാണെന്നുള്ള ഒരു പരാമർശം കണ്ടു. അപ്പോൾ സ്വതവേ ഒരു അന്വേഷണ കുതുകയായ ഡോക്ടർ ഹനുമാൻ ചിന്തിച്ചത് എന്തുകൊണ്ട് ഈ കയ്പുള്ള മറ്റ് ഔഷധങ്ങൾ മലേറിയ സുഖപ്പെടുത്തുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം കുറച്ച് സിങ്കോണ ബാർക്ക് സ്വയം കഴിച്ചു നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൽ മലേറിയയ്ക്ക് സമാനമായ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അതായത് വിറയലും ചെറുതായിട്ട് പനിയും അത്തരം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ഉടനെ അദ്ദേഹം അത് കഴിക്കുന്നത് നിർത്തുകയും അപ്പോൾ നിർത്തിയപ്പോൾ തന്നെ ഈ ലക്ഷണങ്ങളെല്ലാം മാറി. വീണ്ടും അദ്ദേഹം കഴിച്ചപ്പം അതേ ലക്ഷണങ്ങൾ കാണുകയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ഇത് ഉപയോഗിക്കാൻ കൊടുത്തു. തീർച്ചയായിട്ടും അവർക്കും ഇതുപോലെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ഒരു രോഗം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കാൻ കഴിവുള്ള ഏത് വസ്തുവായാലും അതിന് ആ അസുഖത്തിനെ സുഖപ്പെടുത്താൻ കഴിയും എന്നുള്ള ഒരു കണ്ടുപിടുത്തമാണ്. അതാണ് ശരിക്കും ഹോമിയോപ്പതി എന്ന ചികിത്സാശാസ്ത്രത്തിൻ്റെ ബേസിക് സിദ്ധാന്തം. അത് തുടർന്ന് അദ്ദേഹം അതിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുകയും ഈ ഹോമിയോപ്പതി എന്ന ചികിത്സാശാസ്ത്രത്തിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അലോപ്പതി എന്ന വിഭാഗത്തിൽ ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സിംറ്റം എന്ത് ലക്ഷണമുണ്ടോ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്ഷൻ കിട്ടുന്ന, അതായത് പനി വന്നു കഴിഞ്ഞാൽ പനി കുറയ്ക്കുക എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തപ്പെടാവുന്ന മരുന്നുകൾ കൊടുക്കുക. പാരസെറ്റമോളായാലും മറ്റ് മരുന്നുകളായാലും അങ്ങനെ കൊടുക്കുക. അതേസമയം ഹോമിയോപ്പതി അങ്ങനെയല്ല. ഹോമിയോപ്പതി മരുന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചിട്ട് ശരീരമാണ് പനിയെ മാറ്റുന്നത്. അതാണ് ഈ ഹോമിയോപ്പതിയുടെ ബേസിക് അലോപ്പതിയായിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ ഡോക്ടർ, ഇത്തരത്തിൽ എന്തെല്ലാം രോഗങ്ങളാണ് ഹോമിയോപ്പതിയിലൂടെ ഫലപ്രദമായിട്ടുള്ളത്? ഒരു സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ന രോഗത്തിന് മാത്രമാണ് ഹോമിയോപ്പതി എന്ന് പറയാൻ പാടില്ല. ഏതൊക്കെ രോഗങ്ങളാണോ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്, ഏത് രോഗവും നമ്മുടെ ശരീരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന രോഗലക്ഷണങ്ങളിൽ കൂടെയാണ് അല്ലേ. അത് ഏത് രോഗമായാലും ആ രോഗലക്ഷണങ്ങൾ ഉള്ളിടത്തോളം കാലം ഒരു ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് അതിനെ സുഖപ്പെടുത്താൻ പറ്റും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ പരീക്ഷണത്തിൽ പറഞ്ഞ പോലെ ലക്ഷണങ്ങളാണ് അദ്ദേഹം അതിൽ കണ്ടത്. അപ്പോൾ മലേറിയയ്ക്ക് സമാനമായ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ അതിനെ ചികിത്സിച്ച് മാറ്റാനായിട്ട് സിങ്കോണ ബാർക്ക് ഉപയോഗിക്കാമെന്ന് അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ അതേ സിദ്ധാന്തം തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഏത് രോഗം വന്നാലും ആ രോഗത്തിന് ഉള്ള ലക്ഷണങ്ങൾ കണക്കിലെടുത്ത് ആ തരത്തിലുള്ള ലക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്ന ഏത് ഔഷധവും നമ്മൾ ഹോമിയോപ്പതിയിൽ മരുന്നായിട്ട് ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇന്ന രോഗത്തിന് ഇന്ന മരുന്നെന്ന് പറയാൻ പറ്റില്ല. ഏത് രോഗം വന്നാലും ആ ഔഷധങ്ങൾ ആ ലക്ഷണങ്ങൾ കണക്കിലെടുത്ത് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന രോഗത്തിന് ഹോമിയോപ്പതി നല്ലതാണെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യർത്ഥമായ ഒരു ആരോപണമാണ്. കുറച്ചുകൂടെ നമ്മൾ സ്പെസിഫിക് ആയി ചോദിച്ചാൽ മൺസൂൺ കാല രോഗങ്ങൾക്ക് ഹോമിയോ ചികിത്സ എത്രമാത്രം ഫലപ്രദമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സാ രീതികൾ എങ്ങനെയാണ്? അതൊരു കാരണം ഹോമിയോപ്പതി പൊതുവേ നമുക്ക് അറിയപ്പെടുന്നത് വൈറൽ ഡിസീസസിന് ഏറ്റവും നല്ല മെഡിസിൻ ഹോമിയോപ്പതിയാണെന്നുള്ളൊരു വിശ്വാസം പൊതുജനങ്ങളുടെ ഇടയിലുണ്ട്. അതിന് കാരണം വൈറസിന് ഫലപ്രദമായ ഒരു ഔഷധം ഇതര ചികിത്സാശാസ്ത്രങ്ങളിൽ കുറവാണ്. എന്തുകൊണ്ടാണ് ഈ മൺസൂൺ കാലത്ത് നമുക്ക് കൂടുതൽ അസുഖം വരുന്നതെന്ന് നോക്കിയാൽ, മൺസൂൺ ആകുമ്പോഴത്തേക്ക് നമ്മുടെ അന്തരീക്ഷത്തിൽ ഈർപ്പം വല്ലാതെ കൂടും. സ്വാഭാവികമായിട്ടും വൈറസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മാണുക്കളുടെ പ്രസൻസ് കൂടും.
അതിൻ്റെ സാന്നിധ്യം നമ്മൾ അന്തരീക്ഷത്തിൽ ധാരാളമായിട്ടുണ്ടാവുകയും നമ്മൾ ശാരീരികമായി ക്ഷീണിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ ഈ രോഗം നമുക്ക് പിടിപെടുകയും ചെയ്യും. ഹോമിയോപ്പതിയിൽ ഈ കോസേറ്റീവ് ഫാക്ടർ, അതായത് ഈ രോഗം ഉണ്ടാക്കുന്ന ഹേതു, അതായത് മൺസൂൺ അല്ലെങ്കിൽ മഴ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾക്ക് നമുക്ക് അതിൻ്റെ ആ ഒരു കോസ് വച്ചിട്ട്, ആ ഒരു കാരണം വച്ചിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഒത്തിരി മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ ഏത് കൊടുത്താലും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മരുന്ന് കണ്ടെത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മഴക്കാല രോഗങ്ങൾക്കും ചികിത്സിക്കാനും പ്രതിരോധിക്കാനും നമുക്ക് സാധിക്കും. ഇത്തരത്തിൽ ഡോക്ടർ, മൺസൂൺ കാല രോഗങ്ങൾ ബാധിക്കാതിരിക്കാൻ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതൊരു ജനറലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എക്സ്പോഷർ, അതായത് ഈ മഴ നനയുന്നത് മാക്സിമം കുറയ്ക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. മഴയിൽ എക്സ്പോഷർ കുറയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മഴ സമയത്ത് ഉണ്ടാകുന്ന ഈ വൈറസുകളുടെ സാന്നിധ്യം കൂടുതലായതുകൊണ്ട് നമ്മൾ പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മളിപ്പോൾ കോവിഡ് സമയത്ത് നമ്മൾ ഒരുപാട് പ്രിക്കോഷൻസ് നമ്മൾ പഠിച്ചു അല്ലേ. ഈ എന്തുവാ, മാസ്ക് ഉപയോഗിക്കുന്നത്, കൈ കഴുകുന്നത്, അതായത് സാധാരണ ഒരു ഹൈജീനിക് കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ ചെയ്യണം അതെല്ലാം അത് ഹോമിയോപ്പതി എന്നുള്ള ഒരു ചികിത്സാശാസ്ത്രത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, അത് പൊതുവേ പൊതു ആരോഗ്യ മണ്ഡലത്തിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൂടാതെ ഹോമിയോപ്പതിക്ക് നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ നമുക്ക് പ്രതിരോധ മരുന്നുകൾ കണ്ടെത്താൻ പറ്റും. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ കാണുന്ന ഡെങ്കിപ്പനി അല്ലെങ്കിൽ H1N1 ഇൻഫ്ലുവൻസ പനി തുടങ്ങിയ പനികൾ നമ്മൾ ഇപ്പോൾ ഒരു പകർച്ചവ്യാധി പോലെ വരികയാണെങ്കിൽ നമ്മൾ അതിലൊരു 10-15 കേസ് നമ്മൾ പഠിച്ചിട്ട് അതിന് കോമൺ ആയിട്ടൊരു മരുന്ന് വരും. അവരുടെ സിംറ്റംസ് ഏതാണ്ട് ഒരേപോലെ ആയിരിക്കും. പകർച്ചവ്യാധി ആണെങ്കിൽ മിക്കവാറും എല്ലാവർക്കും ഏതാണ്ട് ഒരേ ലക്ഷണങ്ങളായിരിക്കും കാണിക്കുക. അപ്പോൾ ആ ലക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഒരു പ്രതിരോധ മരുന്ന് കണ്ടെത്തുകയും ആ മരുന്ന് നമുക്ക് ആ പ്രദേശത്ത്, ഈ പകർച്ചവ്യാധി പടർന്ന് പിടിക്കുന്ന പ്രദേശത്ത് വ്യാപകമായി വിതരണം ചെയ്യുകയും ചെയ്താൽ നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ പറ്റും. അപ്പം ഈ ജനറൽ പ്രതിരോധ പ്രവർത്തനങ്ങളോടൊപ്പം ഹോമിയോ പ്രതിരോധ മരുന്നും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പകർച്ചവ്യാധിയെ നല്ലവണ്ണം നിയന്ത്രിക്കാൻ പറ്റും. ഡോക്ടർ, നമുക്കൊരു രോഗി ഇപ്പോൾ ലൈനിലുണ്ട്. ആളുടെ ഒരു ചെറിയ സംശയമാണ്. അപ്പോൾ ഡോക്ടർ അതിനൊരു മറുപടി നൽകണം. തീർച്ചയായും. ആരാണ് വിളിക്കുന്നത്? ഞാൻ മരടിയിൽ നിന്നാണ് വിളിക്കുന്നത്. പേര് മനോജ്. ഓക്കെ, പറഞ്ഞോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്. മനോജ് പറഞ്ഞോളൂ. ഡോക്ടർ എനിക്കൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ പനിയൊക്കെ പൊതുവെ നമ്മൾ കണ്ടെത്തുന്നത് ഇപ്പോഴത്തെ രീതി വെച്ച് ബ്ലഡൊക്കെ പരിശോധിച്ചാണ് പലതരം പനിയൊക്കെ. അപ്പൊ അത്തരം ഒരു രീതി ഹോമിയോപ്പതിക്കുണ്ടോ? പിന്നെ വേറെ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഹോമിയോപ്പതിക്കൊക്കെ വേണ്ടത്ര പരിഗണന കിട്ടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. പിന്നെ അതിനായിട്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഡോക്ടറുടെയോ ഇതിൻ്റെ ഒരു എങ്ങനെയാണെന്ന് അറിയാനാണ്. ഓക്കെ, നല്ല ചോദ്യം. വളരെ റിലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത്, ഈ ലാബ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചികിത്സാശാസ്ത്രത്തിൻ്റെ മാത്രം കുത്തകയല്ല. അത് ഏതൊരു ഡോക്ടറും, രോഗിയെ ചികിത്സിക്കുന്ന ഏതൊരു ഡോക്ടർക്കും അവരുടെ സഹായത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ലബോറട്ടറി ആയാലും സ്കാനിങ് ആയാലും മറ്റ് നൂതനമായ ക്രമീകരണങ്ങൾ ഉപയോഗിച്ചായാലും അത് എല്ലാ വിഭാഗം ഡോക്ടർമാരും ഉപയോഗിക്കുന്നുണ്ട്. ഹോമിയോപ്പതിയും അതുപോലെ തന്നെ നമ്മൾ ഔഷധ നിർണ്ണയത്തിന് അല്ല, രോഗനിർണ്ണയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലാബോറട്ടറി സംവിധാനം ഉപയോഗിച്ച് തന്നെയാണ് ചികിത്സിക്കുന്നത്. അത് തെറ്റായ ഒരു ധാരണയാണ്. പിന്നെ നമ്മൾ ചിലപ്പോൾ ചെറിയ ജലദോഷപ്പനിയൊക്കെ ആദ്യമേ നമ്മൾ ചില ഡോക്ടർമാർ ചികിത്സയുടെ ചോദിക്കാറില്ല. കാരണം അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഇന്ന രോഗമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ചെറിയ ബിഗിനിങ് സ്റ്റേജിലൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ന്യൂമോണിയയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നമ്മൾ ലബോറട്ടറി പരിശോധനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് തീർച്ചയായിട്ടും എല്ലാ ഹോമിയോ ഡോക്ടർമാരും അതിപ്പോൾ ചെയ്യുന്നുണ്ട്. അതൊരു ചെയ്യുന്നില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ തന്നെയാണ്. അതങ്ങനെയല്ല. പിന്നെ നമ്മുടെ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പാട്രണേജ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയം ചോദിച്ചതിൽ ഒരല്പം സത്യമുണ്ട്. ഇല്ല, നമ്മൾ തീർത്തും അതില്ലെന്ന് പറയും. കാരണം ഇന്ന് ആരോഗ്യ മേഖലയിലേക്ക് മാറ്റിവെക്കപ്പെടുന്ന തുകയുടെ സിംഹഭാഗവും അലോപ്പതി ചികിത്സാശാസ്ത്രത്തിന് വേണ്ടിയാണ് മാറ്റിവെക്കുന്നത്. അവർക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ അവർ ഈ പബ്ലിക് ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം അവർ നേരിട്ടാണ് നടത്തുന്നത് എന്നൊക്കെ കൊണ്ടായിരിക്കാം. അപ്പം നമുക്ക് ഈ സർക്കാർ മാറ്റിവെക്കുന്ന തുകയുടെ ഒരു സിംഹഭാഗവും അവർക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്.
ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെയുള്ള ചെറിയ ചെറിയ ഹോമിയോപ്പതിക് രീതികളും അതുപോലെ പൊതുവായ രീതികളും അല്ലാതെ ജീവിതശൈലിയിലും ഭക്ഷണശൈലിയിലും നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് വിവരിക്കാമോ? ഭക്ഷണം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏറ്റവും ഭക്ഷണയോഗ്യമായ ഭക്ഷണം, അതായത് നല്ലവണ്ണം സാധാ നോൺ കണ്ടാമിനേറ്റഡ്, അത് വിഷബാധ ഏൽക്കാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കിയ രീതിയിലുള്ള ഭക്ഷണം. അതായത് പഴകിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, പിന്നെ അധികം തണുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. പിന്നെ വൈറ്റമിൻ സി ഒരു പ്രധാന ഘടകമാണ്. ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിക്കാനായിട്ട് വൈറ്റമിൻ എ ഒക്കെ ഉള്ള ഭക്ഷണങ്ങൾ ധാരാളം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ധാരാളം വെള്ളം കുടിക്കുക, അതും തിളപ്പിച്ച് ശുചിയാക്കിയ വെള്ളം നമ്മൾ ഈ സമയത്ത് കുടിക്കുക. ഈ സമയത്തല്ല, പൊതുവേ നമ്മുടെ രോഗം തടയാനായിട്ട് നമ്മളെപ്പോഴും ഭക്ഷണ കാര്യങ്ങളിൽ ഇത്തരം ശുചിത്വ നടപടികൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ കൈ കഴുകുന്നതും മാസ്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മൾ കോവിഡ് സംബന്ധിച്ച സമയത്ത് നമ്മളിത് ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുപോലെ കൈ കഴുകുന്നത് നമ്മൾ ഇപ്പോഴും കോവിഡ് കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോഴും കൈ കഴുകുന്നതിൽ നമ്മൾ ഉപേക്ഷ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് എറണാകുളത്ത് മഞ്ഞപ്പിത്തം ധാരാളമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ വാട്ടർ കണ്ടാമിനേറ്റഡ് വെള്ളത്തിൽ കൂടെ പകരുന്ന രോഗമാണ്. അതിനൊക്കെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ വളരെ നിഷ്കർഷയോടെ പാലിച്ചാൽ മാത്രമേ അതൊക്കെ നമുക്ക് തടയാൻ പറ്റൂ. ഡോക്ടർ, നമുക്ക് ഇത്തരത്തിലൊരു സംശയമായിട്ടൊരു വ്യക്തി ലൈനിലുണ്ട്. ഡോക്ടർ ഒന്ന് സംസാരിക്കും. ഹലോ. കേൾക്കുന്നുണ്ട്? കേൾക്കാം, പറഞ്ഞോളൂ. നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് ഞാൻ തൃപ്പൂണിത്തുറന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് കാവ്യ എന്നാണ്. ഓക്കെ, പറഞ്ഞോളൂ. ഈ ഡെങ്കിപ്പനി വൈറൽപ്പനിയൊക്കെ പടർന്നു പിടിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റിന്റെ അംശം ക്രമാതീതമായി കുറയുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഹോമിയോ മരുന്ന് വിതരണം ചെയ്യുന്ന ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഈ ഡോക്ടർമാരൊക്കെ ഈ പ്ലേറ്റ്ലെറ്റ് കുറയുന്ന സാഹചര്യത്തിൽ അതിന് പകരം എന്തെങ്കിലും സംവിധാനം ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ എന്താണ് അത് ഡോക്ടർമാർ അതിന് പകരം എന്ത് നിർദ്ദേശം കൊടുക്കുന്നതെന്ന് അറിയാമെന്ന്? അതായത് പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മൾ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഒരു ഘടകമാണ് പ്ലേറ്റ്ലെറ്റ് എന്ന്. അപ്പം പ്ലേറ്റ്ലെറ്റിന് ഒരു നിശ്ചിത അളവുണ്ട്. അത് 1.5 lakhs to 4.5 lakhs ആണ് നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കൂടിയാലും കുഴപ്പമാണ്, ഈ 1.5 ലക്ഷത്തിന് കുറഞ്ഞാലും കുഴപ്പമാണ്. ഈ ഡെങ്കിപ്പനി എന്നുള്ള രോഗത്തിൽ വരുമ്പോൾ പലപ്പോഴും ഈ പ്ലേറ്റിൻ്റെ അളവ് കുറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ കുറയുമ്പം നമ്മൾ ഈ രക്തം കട്ട പിടിക്കുന്നതിനുള്ള അവസ്ഥ കുറയുകയും ശരീരത്തിനുള്ളിൽ ചെറിയ രക്തക്കുഴൽ പൊട്ടിയിട്ട് ആന്തരിക രക്തസ്രാവം, അത് ഉള്ളിൽ രക്തം ഒഴുകുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ നമ്മൾ രക്തം അമിതമായി നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന ഒരു ഷോക്കുണ്ട്. അപ്പോൾ നമ്മൾ കൊളാപ്സ് ചെയ്തു പോകും. അപ്പോൾ അത് അടിയന്തര ചികിത്സ ആവശ്യമുള്ള ഒരു സ്റ്റേറ്റസാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്ലേറ്റ്ലെറ്റ് നമ്മൾ ആ ലെവലിൽ എത്താനായിട്ട് നമ്മൾ അനുവദിക്കാറില്ല. അപ്പോൾ സാധാരണ ഇതിൽ ചെയ്യുന്നത്, അലോപ്പതിയിലൊക്കെ ചെയ്യുന്ന ഒരു പ്ലേറ്റ്ലെറ്റ് കൊടുക്കും. പ്ലേറ്റ്ലെറ്റായിട്ട് തന്നെ രക്തം ദാനം ചെയ്യുന്ന പോലെ പ്ലേറ്റ്ലെറ്റ് മാത്രമായിട്ട് നൽകാറുണ്ട് രോഗികൾക്ക്. അപ്പോൾ ഹോമിയോപ്പതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പം നിലവിൽ നമ്മൾ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന ഒരു സ്ഥാപനങ്ങളും കേരളത്തിലില്ല, നിലവിലില്ല. അപ്പോൾ നമുക്കത് അലോപ്പതി ആശുപത്രിയിൽ മാത്രമേ ഇന്ന് അത് ചെയ്യുന്ന സ്ഥാപനങ്ങളുള്ളൂ. പക്ഷേ നമുക്ക് ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കൂടുന്നതിനുള്ള മെഡിസിൻസ് ധാരാളമുണ്ട്, ഹോമിയോപ്പതി മരുന്നുകളുണ്ട്. നമ്മൾ ഡെങ്കി രോഗം വന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഈ പ്ലേറ്റ്ലെറ്റ് ഒരു ലെവലിൽ താഴെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മരുന്ന് കൊടുത്ത് അത് റിവൈവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇഷ്ടംപോലെ കേസസ് ഉണ്ട്. ഈ മഴക്കാല രോഗങ്ങൾക്ക് പ്രതിവിധി തേടുന്ന സമയത്ത് ഹോമിയോപ്പതിയിലൂടെ ഈ ചികിത്സാ രീതിക്ക് വേണ്ടുന്ന ഘടകങ്ങൾ, അത് എന്തൊക്കെ മറ്റ് ഘടകങ്ങളെയാണ് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത്? ഒന്ന്, നമ്മുടെ പരിസര ശുചീകരണം വളരെ പ്രധാനമാണ്. ഏത് മഴക്കാല രോഗത്തും നമ്മുടെ പരിസരം ശുചീകരിക്കുക. പിന്നെ കൃത്യമായ സമയത്ത് അസുഖം വരുമ്പോൾ കൃത്യമായ സമയത്ത് തന്നെ മരുന്നെടുക്കുക. അതുകൂടെ പ്രതിരോധ മരുന്നും ആവശ്യമാണെങ്കിൽ അതെടുക്കുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ മഴക്കാല രോഗങ്ങൾ നല്ലവണ്ണം പ്രതിരോധിക്കാൻ സാധിക്കും. ഈ ഹോമിയോപ്പതി എന്ന ചികിത്സാ സമ്പ്രദായം കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഗർഭിണികൾക്കും ഒക്കെ എങ്ങനെയാണ് അത് എത്രത്തോളം ഫലപ്രദമാകുന്നുണ്ട്, അതെങ്ങനെയാണ് അവരിൽ എഫക്റ്റ് ചെയ്യുന്നത് എന്നൊന്ന് വിവരിക്കാമോ? നമുക്കൊരു എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 10-20 വർഷം മുമ്പ് വരെ ഹോമിയോപ്പതിയെക്കുറിച്ചുള്ള ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഇത് കുട്ടികൾക്ക് മാത്രമുള്ള ചികിത്സാശാസ്ത്രം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കറിയാം, നമ്മൾ സാധാരണ ജലദോഷം മുതൽ ക്യാൻസർ വരെയുള്ള പല രോഗങ്ങളെയും ചികിത്സിക്കുന്ന
ഹോമിയോ ഡോക്ടർമാരുണ്ട്. എന്ന് പറഞ്ഞാൽ സർക്കാർ മേഖലയിൽ ക്യാൻസറിനായിട്ട് ഒരു ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ട്. മലപ്പുറത്ത് വണ്ടൂർ എന്ന സ്ഥലത്ത് ഒരു ചേതന എന്ന പേരിൽ ഒരു ക്യാൻസർ ഹോസ്പിറ്റൽ, ക്യാൻസറിന് മാത്രം ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. അതുപോലെ ജനനി എന്നൊരു പ്രോജക്റ്റുണ്ട്. ജനനി എന്ന് പറഞ്ഞാൽ ഈ വന്ധ്യതാ ചികിത്സയ്ക്കുള്ള ഒരു പ്രോജക്റ്റാണ്. അത് വളരെ സക്സസ്ഫുള്ളായിട്ട് നടക്കുന്ന ഒരു പ്രോജക്റ്റാണ്. കേരളത്തിൽ ഉടനീളം എല്ലാ ജില്ലാ ആശുപത്രിയിലും അതിൻ്റെ യൂണിറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലായിടത്തും വളരെ വിജയകരമായിട്ട് ഏറ്റവും ചെറിയ ചിലവിൽ. നമുക്കറിയാം ഒരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളുടെ ചിലവാണെന്ന് ഉണ്ട്. ആ സ്ഥാനത്ത് നമ്മൾ വെറും നിസ്സാരമായ പൈസയ്ക്ക് അവിടുത്തെ രജിസ്ട്രേഷൻ ഫീ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ, അതായത് 50 രൂപയോ മറ്റോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ചികിത്സ പൂർണ്ണമായിട്ടും സൗജന്യമായി കിട്ടുകയാണ്. എന്ന് മാത്രമല്ല ഇപ്പം ഈ തുടങ്ങിയിട്ട് ഈ ദിവസം വരെ ഏതാണ്ട് 5000-ൽ പരം കുഞ്ഞുങ്ങൾ പിറന്നു കഴിഞ്ഞു ഈ ഹോമിയോ ചികിത്സയിലൂടെ, വളരെ ചുരുങ്ങിയ ചിലവിൽ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു അത് എല്ലാവർക്കും അറിയില്ല എന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയാത്തവർ കൂടെ അറിയണം എന്ന് ഉദ്ദേശിച്ചാണ് ഞാനിത് പറയുന്നത്. കാരണം ഈ വന്ധ്യത ചികിത്സ എന്ന് പറഞ്ഞാൽ ഇത്രയും ചിലവേറിയ ഒരു സംവിധാനം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഹോമിയോപ്പതി ചെയ്യാൻ പറ്റും. നമ്മൾ മഴക്കാല അസുഖങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇത്തരത്തിലൊരു അസുഖം ബാധിച്ച ഒരു വ്യക്തിക്ക് കൃത്യസമയത്തുള്ള വൈദ്യസഹായം ലഭിക്കാനായിട്ട് എന്തുപദേശമാണ് ഡോക്ടർക്ക് നൽകാനുള്ളത്? ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു 2-3 കാര്യം പറഞ്ഞു. ഒന്ന്, നമ്മുടെ സാഹചര്യങ്ങളെല്ലാം നല്ല സുരക്ഷിതമായി സൂക്ഷിക്കുക. പിന്നെ ലക്ഷണങ്ങൾ കാണുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ചികിത്സ തേടുക എന്നുള്ളതാണ്. അത് ഹോമിയോപ്പതി ചികിത്സയാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഒരു ഹോമിയോ ചികിത്സാ സ്ഥാപനത്തെയോ വ്യക്തിയോ ഡോക്ടറെയോ സമീപിച്ച് അതിനുള്ള ചികിത്സ എത്ര പെട്ടെന്ന് നേടുന്നു അത്രയും പെട്ടെന്ന് തന്നെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ പറ്റും. പ്രധാനപ്പെട്ട കുറേ മഴക്കാല രോഗങ്ങളുണ്ട്. അതിൽ ചിലതൊക്കെ വളരെ ഡേഞ്ചറസ് ആണ്. ഉദാഹരണത്തിന് മഞ്ഞപ്പിത്തം, പിന്നെ എലിപ്പനി, അതുപോലെ തന്നെ ഡെങ്കിപ്പനി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മാരകമായിട്ട് മാറാം. അപ്പം ഇതൊക്കെ നമുക്ക് ആ ലെവലിൽ എത്തിക്കാതെ നമുക്ക് എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ നമ്മളെ ഈ മരണത്തിലേക്ക് പോകുന്നത് നമുക്ക് ഒത്തിരി കുറയ്ക്കാൻ പറ്റും. മഴക്കാല രോഗങ്ങൾക്കുള്ള ഹോമിയോപ്പതി ചികിത്സയെ പറ്റിയിട്ട് രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളായിട്ട് ഡോക്ടർ എന്തൊക്കെയാണ് കരുതുന്നത്? അല്ല, ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ചികിത്സ ഉണ്ട് എന്ന് അറിയാമെന്നുള്ളത്. ഹോമിയോപ്പതിയിൽ മഴക്കാല രോഗങ്ങൾക്ക്, എല്ലാ മഴക്കാല രോഗങ്ങൾക്കും നല്ല ചികിത്സ ഉണ്ട്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കത് ലഭ്യമാക്കാൻ സാധിക്കും. ഇന്ന് കേരളത്തിലെമ്പാടും എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹോമിയോപ്പതി സർക്കാർ മേഖലയിൽ വ്യാപിച്ച് കിടക്കുന്ന കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പഞ്ചായത്തുകളും ഹോമിയോപ്പതി സ്ഥാപനങ്ങളുണ്ട്. കൂടാതെ പ്രൈവറ്റ് മേഖലയിലും സ്ഥാപനങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. എറണാകുളത്ത് തന്നെ തേവരയിൽ നമ്മൾ നാനോനിയോ ഹോമിയോ ഹോസ്പിറ്റൽ എന്നൊരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്ന 1 വർഷത്തോളം ആകുന്നു. അവിടെ ഈ പറഞ്ഞ പല സ്പെഷ്യാലിറ്റി പ്രോജക്റ്റുകളും നമ്മളവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സാ സംവിധാനം ഇന്നും അവിടെ നിലവിലുണ്ട്. വിദഗ്ധരായ ഡോക്ടർമാർ അവിടെ നിയമിച്ചിട്ടുമുണ്ട്. അതുപോലെ ദൂരെ നിന്ന് വന്ന് കേരളത്തിലെ വടക്കും തെക്കും ഭാഗത്തു നിന്നൊക്കെ വന്നിട്ട് ഇവിടെ നമുക്ക് ഈ ആശുപത്രിയിൽ ചികിത്സിക്കുന്നുണ്ട്. പരമ്പരാഗതമായിട്ട് നമ്മൾ രോഗങ്ങളെ കാണുന്നൊരു രീതിയുണ്ടല്ലോ. അപ്പോൾ ഈ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായവും ഹോമിയോപ്പതിയും സംയോജിപ്പിച്ചിട്ടാണോ നമ്മൾ ഈ മഴക്കാല രോഗങ്ങൾക്കൊരു ചികിത്സ ചെയ്യേണ്ടത്? അതൊരു നമ്മൾ പരമ്പരാഗത ചികിത്സ എന്ന് പറയുമ്പം ഉദാഹരണത്തിന് നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു നിസ്സാര സംഭവം ഞാൻ പറയാം. നമ്മൾ ഈ കഷായ കാപ്പി ഇട്ട് കുടിക്കാമെന്ന് പറയും. അതിൽ ഈ ചുക്ക്, കുരുമുളക്, പിന്നെ തുളസി ഇല, കാപ്പിപ്പൊടി, പിന്നെ കരിപ്പെട്ടി ഇതെല്ലാം ഇട്ടിട്ട് തിളപ്പിച്ച് ഒരു കഷായം പോലെ ആക്കി കുടിക്കുന്നത്. അതൊരു കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് ഉപയോഗിക്കണമെങ്കിൽ അത് മാത്രം ഉപയോഗിച്ച് മതി. മിക്കവാറും ഈ ഇനിഷ്യൽ സ്റ്റേജിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കോൾഡ് ജലദോഷം പനിയൊക്കെ ആണെങ്കിൽ കൺട്രോൾ ആവാറുണ്ട്. അത് നമ്മുടെ അനുഭവമാണ്. നമ്മൾ ഹോമിയോപ്പതി ഇതുപോലെ ഒരുമിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഹോമിയോപ്പതി ഇതുപോലെ തന്നെ തുടക്കത്തിൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. മാത്രമല്ല ഇതിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഹോമിയോ മരുന്നിന് എതിരാണ്. കുരുമുളകായാലും കാപ്പിപ്പൊടിയായാലും അതൊക്കെ ഹോമിയോപ്പതി മരുന്നുകൾക്ക് വിപരീത ഫലം ഉണ്ടാക്കുന്ന, ഇഫക്റ്റ് കുറയ്ക്കുന്ന സാധനം. അപ്പോൾ രണ്ടും കൂടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഉപയോഗിക്കണമെങ്കിൽ അത് നല്ലതാണ്. തീർച്ചയായിട്ടും അത് പ്രകൃതിയിൽ നിന്ന് ലഭ്യമായ സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്നത്. അത് തീർച്ചയായിട്ടും അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് കുറയുന്നില്ലെങ്കിൽ ഹോമിയോപ്പതി അല്ലെങ്കിൽ ആദ്യമേ ഹോമിയോപ്പതി ചികിത്സ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതായിരിക്കും നല്ലത്. അല്ലാതെ മിക്സ് ചെയ്ത് ചികിത്സിക്കുന്നത് ഒട്ടും അഭികാമ്യമല്ല.
മഴക്കാല രോഗങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അടിയന്തര സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ഹോമിയോപ്പതി അതിനെ എങ്ങനെയാണ് ചികിത്സിക്കാമെന്നൊന്ന് വിവരിക്കാമോ? നമുക്ക് ഇപ്പം ഹോസ്പിറ്റലൈസേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ നമുക്കിപ്പോൾ സർക്കാർ മേഖലയിലാണ് ആശുപത്രികളുള്ളത്. തിരുവനന്തപുരത്ത് എറണാകുളത്ത് തന്നെ പുല്ലേപ്പടിയിൽ ജില്ലാ ആശുപത്രിയുണ്ട്, പിന്നെ 2 താലൂക്ക് ആശുപത്രികളുണ്ട്, മൂവാറ്റുപുഴയും പറവൂരുമാണെന്നാണ് 2 താലൂക്ക് ആശുപത്രികളുണ്ട്. അപ്പം അവിടെ ഈ ആശുപത്രി സംവിധാനം ഉപയോഗിക്കേണ്ടി വന്നാൽ അവിടെ ഉപയോഗിക്കാം. അല്ലാതെ പ്രൈവറ്റ് മേഖലയിൽ നിലവിൽ കുറവാണ്, ആശുപത്രികൾ കുറവാണ്. ഇപ്പം ഈ നമ്മൾ നാനോനിയോ എന്ന ആശുപത്രി തുടങ്ങിയത് അങ്ങനത്തെ ഒരു ഇത് കണ്ടുകൊണ്ടാണ് തുടങ്ങിയത്. അവിടെ IP സംവിധാനം ഉൾപ്പെടെ തുടങ്ങാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലാണ് അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ ജനങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഹോമിയോപ്പതി. ഇതിനെ ജനങ്ങൾ ഇനിയും വളരെയധികം അടുത്തറിയേണ്ടതുണ്ട്. അത്തരത്തിൽ ജനങ്ങൾക്ക് ഈ ഒരു ഹോമിയോപ്പതി എന്ന ചികിത്സാ സമ്പ്രദായത്തെ അടുത്തറിയാനായിട്ട് എന്തെങ്കിലും ഗവേഷണങ്ങളോ ബോധവൽക്കരണ പരിപാടികളോ ആസൂത്രണം ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ സർക്കാർ തലത്തിൽ ധാരാളം ഈ പ്രചരണ പരിപാടികൾ ഓരോ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും മെഡിക്കൽ കോളേജുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സ്ഥിരമായി ബോധവൽക്കരണ ക്ലാസ്സുകളും മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നുണ്ട്. അതുകൂടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ റിസർച്ച് സ്ഥാപനങ്ങളുണ്ട്. അതിൽ നമ്മുടെ കേരളത്തിൽ കുറിച്ചിയിൽ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഗവേഷണ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ പ്രധാനമായിട്ടും മാനസിക രോഗങ്ങളുടെ റിസർച്ചാണ് നടക്കുന്നത്. മാനസിക രോഗങ്ങൾക്ക് ഹോമിയോപ്പതി വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ ഹോമിയോപ്പതി മരുന്ന് ചികിത്സിക്കുമ്പോൾ പലപ്പോഴും മനസ്സിനൊരു വലിയ പ്രാധാന്യം കൊടുത്താണ് ചികിത്സിക്കുന്നത്. അത് പനിക്ക് പോലും അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കൊച്ചു കുട്ടികൾക്ക് നല്ല പനി വരുമ്പോൾ ചില കുട്ടികൾ വല്ലാതെ വാശി കാണിക്കും, നിർബന്ധം വാശി, ദുശ്ശാഠ്യം കാണിക്കുക. അവർക്ക് പനി തന്നെ ആയിരിക്കും, പക്ഷേ അവർക്ക് ഈ വലിയവർക്ക് കൊടുക്കുന്ന മരുന്ന് കൊടുത്താൽ ഫലിക്കില്ല. അവർക്ക് അതിന് ചേർന്ന മരുന്നുണ്ട്. ഈ മാനസിക അവസ്ഥയും കൂടെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ഔഷധമുണ്ട്. ആ ഔഷധം കൊടുത്തു കഴിഞ്ഞാൽ ഈ പനിയും മാറും. അപ്പം നമുക്ക് മനസ്സ് മാറിക്കൊണ്ടുള്ള ഒരു ചികിത്സ ഹോമിയോപ്പതിയിലില്ല. അതുകൊണ്ട് മാനസിക രോഗങ്ങൾക്ക് തന്നെയായിട്ട് ചികിത്സിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അതിൽ റിസർച്ച് നടത്തുന്ന ഒരു സ്ഥാപനമാണ് കോട്ടയം ജില്ലയിലെ കുറിച്ചിയിൽ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനം. അതുപോലെ ഇന്ത്യയിലുടനീളം റിസർച്ച് നടക്കുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ ക്ലിനിക്കൽ ട്രയൽസ് ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റിലായാലും മെഡിക്കൽ കോളേജിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഇതിൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഓക്കെ, ഇത്തരത്തിൽ രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്നവർക്ക് താങ്കളുടെ സേവനം എത്രത്തോളം ലഭ്യമാകും എന്നൊന്ന് പറയാമോ? എൻ്റെ സേവനം എന്ന് പറയുന്നതിനേക്കാളും ഹോമിയോപ്പതിയുടെ സേവനം എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഹോമിയോപ്പതിയുടെ സേവനം തീർച്ചയായിട്ടും ഇപ്പം നിങ്ങളുടെ അടുത്തുള്ള ഒരു ഹോമിയോപ്പതി സ്ഥാപനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനിപ്പം നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഒത്തിരി രോഗങ്ങൾ അത് നമ്മൾ ഒരു മനസ്സിലൊരു ഇത് വേണ്ട. അതായത് ഈ രോഗത്തിന് ഹോമിയോപ്പതി പറ്റില്ല എന്ന് കരുതണ്ട. നിങ്ങളൊരു ഹോമിയോപ്പതി ഡോക്ടറെ സമീപിക്കൂ. അദ്ദേഹം അത് പറ്റുമെങ്കിൽ അദ്ദേഹം പറയും. അപ്പം അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊരു ഹോമിയോപ്പതി ഡോക്ടറെ സമീപിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ രോഗത്തിന് ഞാൻ ഹോമിയോപ്പതി ചികിത്സ തേടിയാൽ മതിയായിരുന്നു എന്ന് തോന്നും. കാരണം ആ രീതിയിൽ നമുക്ക് ഏത് രോഗത്തിനും നമുക്കിന്ന് ഹോമിയോപ്പതി നല്ല രീതിയിൽ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. അതെ അതെ, ഡോക്ടർ കേൾക്കുന്നുണ്ട്, സംസാരിച്ചോളൂ. ഞാൻ കൊച്ചുഗ്രേസിയാണ് വിളിക്കുന്നത്. ഓക്കെ, ഇതിപ്പോ മഴക്കാലത്ത് പകർച്ചവ്യാധികൾ വ്യാപകമായി പടർന്നു പിടിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇപ്പോഴായിട്ട് കൂടുതലായിട്ടുള്ളത് പനി, തുമ്മല്. അപ്പൊ അതിനൊക്കെ എന്തെങ്കിലും നിയന്ത്രിക്കാനുള്ള മാർഗം ഉണ്ടാവുമോ? നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മഴക്കാല രോഗങ്ങൾ. അതിൽ പല രോഗങ്ങളിലും പറഞ്ഞ ലക്ഷണങ്ങളിലും ഒന്നാണ് ഈ ഇപ്പം ത്രേസ്യ എന്നല്ലേ പറഞ്ഞത്? കൊച്ചു ത്രേസ്യ പറഞ്ഞ ലക്ഷണങ്ങൾ പലതും ഇപ്പോഴത്തെ ഈ മഴക്കാല രോഗങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ്. അതിന് തീർച്ചയായിട്ടും നമുക്ക് ഹോമിയോപ്പതിയിൽ ചികിത്സയുണ്ട്. ഹോമിയോപ്പതി മരുന്ന് കഴിച്ച് നമുക്കത് കംപ്ലീറ്റ് മാറ്റാൻ പറ്റുന്നതാണ്. അതുപോലെ അതിനെ പ്രതിരോധിക്കുന്നതിനുള്ള മരുന്നുകളും ലഭ്യമാണ്. അപ്പോൾ അത് നമ്മുടെ ആശുപത്രി എന്ന് പറഞ്ഞാൽ തേവരയിൽ നാനോനിയോ എന്നൊരു ഹോമിയോ ആശുപത്രിയിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ വന്നാലും ഇതെല്ലാം കിട്ടും. കൂടാതെ ഹോമിയോപ്പതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏത് സ്ഥാപനത്തിൽ ചെന്നാലും ഈ പറഞ്ഞ രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സയും കിട്ടും, അതിനുള്ള പ്രതിരോധ മരുന്നും ലഭ്യമാണ്. തീർച്ചയായിട്ടും അവരെ സമീപിച്ചാൽ മതി കേട്ടോ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് സംഗീത എന്നാണ്. ഓക്കെ, എവിടെന്നാ വിളിക്കുന്നേ? പനങ്ങാട് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സംസാരിച്ചോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്.
ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. ഓക്കെ, നമ്മുടെ ഈ പകർച്ചവ്യാധികളൊക്കെ തടയാൻ ഹോമിയോ മരുന്നുകൾക്ക് പറ്റുമോ? പറ്റുമല്ലോ. ഞാനിപ്പോൾ ഒരാൾ വിളിച്ചു അതിന്റെ പ്രതിരോധ മരുന്നുകൾ കൊടുക്കാൻ സാധിക്കില്ലേ നമുക്ക്? തീർച്ചയായിട്ടും ഹോമിയോപ്പതിയുടെ ഒരു പ്രത്യേകത തന്നെ അത് തന്നെയാണ് കേട്ടോ. നമ്മൾ ഞാനിപ്പോൾ ഒരാൾ കോൾ വിളിച്ച ആളോട് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഹോമിയോപ്പതിയിൽ പ്രത്യേകിച്ച് വൈറൽ രോഗങ്ങൾ, ഇപ്പം നമ്മൾ ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് വൈറൽ രോഗങ്ങളാണ്. വൈറസ് രോഗങ്ങൾക്ക് നമുക്ക് ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായ ചികിത്സയും ലഭ്യമാണ്, നല്ല ഒന്നാം തരം പ്രതിരോധ മരുന്നുകളും ലഭ്യമാണ് കേട്ടോ. നാട്ടിൽ ഒരുപാടധികം ഹോമിയോ ക്ലിനിക്സ് നമുക്ക് പരിചിതമാണ്. അതിൽ നിന്നും നാനോ നിയോ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? അവിടെ ലഭ്യമാകുന്ന സർവീസുകളെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഇത് നമ്മൾ ഒരു ഹോമിയോപ്പതി ചികിത്സാ മേഖലയിൽ നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ആശുപത്രി സംവിധാനത്തിലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ കുറവാണ്. സർക്കാർ മേഖലയിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. എല്ലാ ജില്ലകളിലും ജില്ലാ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു സ്വകാര്യ മേഖലയിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കുറവാണ്. അപ്പം അതിനൊരു പരിഹാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു കേരളത്തിലെ പ്രഗത്ഭരായ ഒരു 11 ഡോക്ടർമാർ ചേർന്നിട്ട് ഒത്തൊരുമിച്ച് തുടങ്ങിയൊരു സ്ഥാപനമാണ് ഈ നാനോ നിയോ ഹോമിയോ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ. അത് തേവരയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും വളരെ സീനിയറായിട്ടുള്ള ഡോക്ടേഴ്സാണ് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാ സേവനങ്ങൾ ഡയറക്റ്റായിട്ടും ഓൺലൈനായിട്ടും നമുക്കവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സീനിയർ ഡോക്ടേഴ്സിന് സേവനം ഏതെങ്കിലും പ്രത്യേക കേസിൽ വേണമെങ്കിൽ നമുക്ക് നാനോ നിയോ നെക്സസ് എന്നൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ രോഗിയെ ഈ പറഞ്ഞ സീനിയർ ഡോക്ടേഴ്സ് എല്ലാവരും ഒരു വീഡിയോ കോളിൽ സംസാരിക്കുകയും ആ രോഗി ഉൾപ്പെടെ ആ വീഡിയോ കോളിൽ ഒരു മീറ്റിംഗ് പോലെ കൂടിയിട്ട് അവരുടെ ഗ്രൂപ്പ് കൺസൾട്ടേഷൻ വഴി നമുക്ക് ആ രോഗിയെ നമ്മൾ സംസാരിക്കുകയും ആ രോഗത്തിന് ശമനത്തിന് വേണ്ടിയുള്ള ഔഷധ നിർണ്ണയം ഈ ഡോക്ടർമാരുടെ കോൺട്രിബ്യൂഷനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊരു നൂതനമായ രീതിയിലാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. ഇന്ന് കേരളത്തിലില്ല, പലയിടത്തും അങ്ങനെ ആ ഒരു ചികിത്സാ സംവിധാനം നിലവിലില്ല. അപ്പം നമ്മളതൊരു പുതിയ ചികിത്സാക്രമമായിട്ട് നമ്മളവിടെ ഈ നാനോ നിയോയിൽ അവതരിപ്പിക്കുകയാണ്. ഇത് കൂടാതെ നമ്മൾ സ്പെഷ്യാലിറ്റി പ്രോജക്റ്റുകളായിട്ട് ധാരാളം പ്രവർത്തിക്കുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഒരു ദിവസം, പിന്നെ നമ്മുടെ ബ്യൂട്ടി ക്ലിനിക്ക് പോലെ, അതായത് സ്കിൻ ഡിസീസസും നമ്മുടെ സൗന്ദര്യവർദ്ധക ചികിത്സ രണ്ടും കൂടി ചേർത്തിട്ടുള്ള ഒരു ലാവണ്യ എന്നൊരു പ്രോജക്റ്റുണ്ട്. പിന്നെ ക്യാൻസർ ചികിത്സയ്ക്കുള്ള ഒരു പ്രോജക്റ്റുണ്ട്, വന്ധ്യതാ ചികിത്സയ്ക്കുള്ള പ്രോജക്റ്റുണ്ട്. ഇങ്ങനെ മിക്കവാറും ഒരുമാതിരിപ്പെട്ട പ്രധാനപ്പെട്ട രോഗങ്ങളുടെ ചികിത്സിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം പദ്ധതികളുടെ ഈ സ്ഥാപനത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഡോക്ടർമാർ മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ വന്ന് ചികിത്സ നൽകുന്നുണ്ട്. അത് നമ്മളൊരു പ്രത്യേകതയായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ ഒരു ജീവിതശൈലി രോഗമാകട്ടെ, ഒരു ജലദോഷപ്പനി ആകട്ടെ, ക്യാൻസർ ആകട്ടെ, വന്ധ്യതയാകട്ടെ, നമ്മുടെ ലൈഫിനെ സംബന്ധിച്ച് വരുന്ന എല്ലാ അസുഖങ്ങൾക്കും തീർത്തും ഒരു ശാശ്വത പരിഹാരമായിട്ട് ഹോമിയോപ്പതി മാറിയിരിക്കുകയാണ്. ഹോമിയോപ്പതിക്ക് വേണ്ട സ്വീകാര്യത ജനങ്ങളുടെ ഇടയിൽ ഇതുപോലെ തന്നെ ധാരാളമായി ലഭ്യമാകട്ടെ. എല്ലാ രീതിയിലുള്ള ഡോക്ടറെ പോലുള്ള വ്യക്തികളുടെ എല്ലാ രീതിയിലുള്ള നിർദ്ദേശങ്ങളും സഹായങ്ങളും പൊതുജനങ്ങളിലേക്ക് എത്തട്ടെ. എന്തായാലും തികച്ചും ഞങ്ങളെപ്പോലുള്ളവർക്കായിട്ട്, ഞങ്ങളുടെ ഈ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഇത്രയും അധികം സമയം ഇവിടെ ചെലവഴിച്ച് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷൻ ഞങ്ങൾക്ക് വേണ്ടി തന്ന സാറിന് എല്ലാവിധ ഹൃദയം നിറഞ്ഞ നന്ദിയും ഞാൻ പറയുകയാണ്. താങ്ക് യു വെരി മച്ച്. മാത്രമല്ല എനിക്ക് ഒരു സന്ദേശം പറയാനുള്ളത്, ഈ ഹോമിയോപ്പതി എന്ന ചികിത്സാശാസ്ത്രം ശരിക്കും നൂറ്റാണ്ടിൻ്റെ ചികിത്സാശാസ്ത്രമാണ്. നമ്മുടെ മറ്റ് ചികിത്സാശാസ്ത്രങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും അവസാനം ഉണ്ടായ ചികിത്സാശാസ്ത്രമാണ് ഹോമിയോപ്പതി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഏറ്റവും നൂതനമായ ചികിത്സാ ക്രമത്തിലൂടെയാണ് നമ്മളത് പബ്ലിക്കിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും ലളിതവും ചിലവ് കുറഞ്ഞതുമായ രീതിയിൽ എല്ലാവരിലും എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഹോമിയോപ്പതി പ്രവർത്തിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് നാനോ നിയോ ഹോമിയോപ്പതി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആ സേവനങ്ങൾ എല്ലാവരും നാനോ നിയോയുടെ സേവനങ്ങൾ തേടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനും നിർത്തുന്നു. താങ്ക് യു.